പൂനെയിലെ വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ അനധികൃത മദ്യശാലകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തതിന് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി. അന്വേഷണം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു. മദ്യത്തിൽ ഉയർന്ന അളവിൽ മെഥനോൾ കലർത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. വിദേശ വിഷമദ്യ ദുരന്തമുണ്ടായ പൂനെയിലെ അഡാപ്റ്ററിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തമാണ്. ആ ദുരന്തമുണ്ടായ പൂനെയിലെ ഹഡാപ്സറിൽ ഞാനിപ്പോൾ ഉണ്ട്. ഇത് പണ്ടാർമാല എന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ഈ ഷെഡുകളും മറ്റുമൊക്കെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമാണ്. ഇവിടേക്ക് വരാനുള്ള കാരണം ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം ഇവിടെയാണ്. ഈ കാണുന്ന ഷെഡിനകത്താണ് മദ്യശാലകളിലൊന്ന് അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ വൈകിട്ട് വലിയ സംഘർഷം ഇവിടെ ഉണ്ടായി. NCP പ്രവർത്തകർ, ശരത് പവാർ വിഭാഗം പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഈ ഷെഡ് അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ മേഖലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി, ഇതിനടുത്ത് തന്നെയാണ് ഈ ഹഡാപ്സറിൽ മരിച്ച ആളുകളുടെ വീടുകളൊക്കെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ചില വീടുകൾ നമ്മളിപ്പോൾ പോയിരുന്നു. അവർ പ്രതികരിക്കാനും മറ്റുമൊക്കെ അവർക്ക് പേടിയും ഒക്കെ ബുദ്ധിമുട്ടുകളുമുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നില്ല. എന്നാൽ പോലും ഇതിനടുത്ത് തന്നെയാണ് 4 or 5 വീടുകളെങ്കിലും ആളുകൾ മരിച്ച വീടുകൾ ഉള്ളത്. ഈ മരിച്ചവരുടെ എണ്ണം 15 ആണെങ്കിലും അതിലേറെ പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അതിൽ പലർക്കും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കാഴ്ചയുണ്ടാവില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. പലരുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി അറിയുന്നുണ്ട്. മാത്രമല്ല ചിലർക്ക് മറ്റു ചില ശാരീരിക അവശതകൾ കൂടി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകും എന്നതുകൂടി അറിയുന്നു. ഏതായാലും ഈ അനധികൃതമായ ഒരു മദ്യശാലയാണ്, മെഥനോളാണ് ഇതിൽ അധികമായി കലർത്തിയത്. അങ്ങനെ ഒരു കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇത്ര പേരുടെ ജീവൻ നഷ്ടമാവുകയും ഇത്ര പേർ ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇതിന് പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇതൊന്നും ആർക്കും അറിയാത്ത ഒരു രഹസ്യമായി നടത്തുന്ന കാര്യമൊന്നും ആയിരുന്നില്ല ഇത്രയും നാൾ. ഒരു മരണമുണ്ടായപ്പോൾ, വലിയ ദുരന്തമുണ്ടായപ്പോൾ അതിലൊരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നത് മാത്രമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തി. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് CID കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ആരെയും വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ 3 പോലീസുകാരെ, ഈ ഹഡാപ്സറിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒത്താശ ചെയ്ത് നൽകി എന്ന ആരോപണമാണ് അവർ നേരിടുന്നത്. അങ്ങനെ തിടുക്കപ്പിടിച്ചുള്ള നടപടി ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അനധികൃത മദ്യശാലകൾ പൂട്ടാനുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. Okay, thank you. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.